തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ആത്മഹത്യാ ഭീഷണിയുമായി ശുചീകരണ തൊഴിലാളികൾ എന്ന വാർത്ത അല്പസമയം മുമ്പ് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ ഒരു സംഘർഷം രൂപപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാവുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത് അഖിൽ ഷാ അൻസാറാണ്. അഖിൽ, അവിടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസിന്റെ സാന്നിധ്യമൊക്കെ അവിടെ കാണാനുണ്ടല്ലോ. കൃഷ്ണ, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് നമുക്കറിയുന്നത് പോലെ തന്നെ 2 തവണ പ്രതിഷേധിച്ചു. ഇത് 3-ാം തവണയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ശുചീകരണ തൊഴിലാളികൾ നഗരസഭയിൽ എത്തിയിട്ടുള്ളത്. അവർ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ നഗരസഭയിലെ ഒരു കൗൺസിലർ ഇന്നലെ ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ, ആ ചർച്ചയ്ക്ക് ശേഷം നഗരസഭയിൽ ഒരു കൗൺസിലറെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണവും ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് തൊഴിലാളികൾ തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ആ ശ്രമം ഇപ്പോൾ നിലവിൽ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയൊരു ഉന്തും തള്ളലിലേക്ക് പോയി എങ്കിലും നിലവിൽ ഇപ്പോൾ അവർ ശാന്തമായി നിൽക്കുകയാണ്. പോലീസിന്റെ ഒരു വലിയ സംഘം തന്നെ തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിന് മുന്നിലായുണ്ട്. ഒപ്പം ഈ അഗ്നിശമന സേനാംഗങ്ങളുടെ ഒരു നിരയുമുണ്ട്. അവർ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കി കവാടത്തിന് മുകളിൽ കയറിയവരെ പുറത്തിറക്കാനുള്ള ശ്രമം അഗ്നിശമന സേനാംഗങ്ങളുടെ ഭാഗത്തുനിന്ന്. കയ്യിൽ പെട്രോളും ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. നടപടി ഉണ്ടായില്ലെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് നടപടി ഉണ്ടായില്ലെങ്കിൽ കൃത്യമായി ഈ സമരവുമായി മുന്നോട്ട് പോകാൻ, അത് ഏതറ്റം വരെയും പോകാനുള്ള തീരുമാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നമ്മളോട് പറയുന്നത്. നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഈ കവാടത്തിന് മുകളിലുള്ള തൊഴിലാളികളെ, അവരെ താഴേക്കിറക്കാനുള്ള ഒരു ശ്രമം ഈ അഗ്നിശമന സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത്തരത്തിലൊരു നീക്കത്തെ ഈ തൊഴിലാളികൾ തടയാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അത്തരത്തിൽ അവരെ താഴെ ഇറക്കേണ്ടതില്ല, അവരുടെ പ്രതിഷേധമാണിത്, അവരുടെ പ്രതിഷേധമാണ്, അവിടെ കയറാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവും ഈ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കൃഷ്ണ നിലവിൽ ഇവർ ഉള്ളത്. പക്ഷെ അതിനിടയിൽ ഈ ഫയർഫോഴ്സിന്റെ ഒരു ശ്രമം, ആ മുകളിലുള്ളവരെ താഴെ ഇറക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ കവാടത്തിലും ഇത്തരത്തിൽ 2 പേർ ഈ കവാടത്തിന് മുകളിലായി കയറിയിരിപ്പുണ്ട്. മൊത്തം 4 പേരാണ് ഇത്തരത്തിൽ ഇത്രയും ഉയർത്ത് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. എന്തായാലും പോലീസും അതുപോലെ തന്നെ അഗ്നിശമന സേനാംഗങ്ങളുമായും വലിയ രീതിയിലുള്ള വാക്കുതർക്കം, ഈ തൊഴിലാളികളുമായുള്ള വാക്കുതർക്കം തുടരുകയാണ്. അതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനവും തുടങ്ങുന്നത്. എന്തായാലും നമുക്കറിയുന്നത് പോലെ തന്നെ ഇത് 3-ാം തവണയാണ് ഈ നഗരസഭയിലെ സ്വതന്ത്ര ശുചീകരണ തൊഴിലാളികൾ വീണ്ടും സമരത്തിനെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 തവണയും സമരം ചെയ്തപ്പോൾ നഗരസഭാ അധികൃതരും പോലീസും അതോടൊപ്പം തന്നെ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവരെ അനുനയിപ്പിച്ച് പിന്നോട്ട് വിട്ടിരുന്നു. പക്ഷേ വീണ്ടും അതിലൊരു നടപടിയും ഉണ്ടായില്ല. ഇന്നലെ ലേബർ കമ്മീഷനുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ലേബർ കമ്മീഷൻ അനുകൂല നിലപാടെടുത്തുവെങ്കിലും കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ചില കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് മോശമായ ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി. അതിൽ ജാതീയമായി വരെ അധിക്ഷേപിച്ചു എന്നുള്ള ആരോപണവും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ കൂടിയാണ് ഇന്നത്തെ ഈ സമരം. അത് കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ കൂടി ഇവർ എത്തിയിട്ടുള്ളത്. എന്തായാലും ആ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവർ പറയുന്നത്. എന്തായാലും മുകളിലുള്ള 2 തൊഴിലാളികളെ, അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. പക്ഷെ അവർ താഴെ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇനി ഈ സേനാംഗങ്ങൾക്ക് തന്നെ മുകളിൽ കയറി അവരെ താഴെ ഇറക്കേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും അതിനുള്ള ശ്രമം തുടങ്ങുന്നുണ്ട്. ഒപ്പം നഗരസഭാ കവാടത്തിൽ ഈ തൊഴിലാളികളുടെ പ്രതിഷേധം അത് തുടരുകയാണ്. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ക്രിസ്റ്റീന. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നഗരസഭാ കവാടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് തൊഴിലാളികൾ. 3-ാം തവണയാണ് അവരുടെ സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത്.